അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മുൽക്കിൻ്റെ ആദ്യത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തത്. അതൊരു വിശാലമായ അർത്ഥവ്യാപ്തിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. ഒരു പ്രസംഗം നടക്കുമ്പോൾ അവസാനിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്കിൻ്റെ 2 ആയത്തുകൾ അതിൻ്റെ വലിയ ഒരു ആശയത്തിലേക്കാണ് നാം ഇനി സഞ്ചരിക്കുന്നത്. ഓരോ ആണും പെണ്ണും മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു നമുക്കത് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മുൽക്കിൽ അതിൻ്റെ ആദ്യത്തെ 2 ആയത്താണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യ ചന്ദ്രാദി നക്ഷത്രങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് വമാനുർസിലു ബിൽ ആയാത്തി ഇല്ലാ തഖ്വീഫ. ചന്ദ്രഗ്രഹണം നടന്നു, എല്ലാം നേർരേഖയിൽ വരുമ്പോൾ അത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ്സമാഇ വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. വകഅയ്യിൻ മിൻ ആയ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ആകാശത്തും ഭൂമിയിലും നിങ്ങൾ കാണുന്നത്, എന്നിട്ടും നിങ്ങൾ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു മാറി നിൽക്കുകയാണല്ലോ. നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ, ഏകനായ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, ഈ ഭൗതികമായ ജീവിതം നശ്വരമാണ് എന്ന് തിരിച്ചറിയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ഖുർആൻ നമ്മോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം. ഖുർആനിന്റെ 114 അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. 6600 പരം വരുന്ന ആയത്തുകൾ നിങ്ങൾ ഗവേഷണം ചെയ്തു നോക്കൂ. ഒരു ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതികമായ കേവലമായി നാം വിലകെടുക്കുന്ന ഈ ജീവിതത്തെ 60-70 വയസ്സാണ് ആയുസ്സെന്ന് പരിമിതപ്പെടുത്തി പറഞ്ഞതെന്ന് ദുഃഖങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ബാധ്യതകളും ആകുലതകളും വ്യാകുലതകളും നിറഞ്ഞ ഈ ജീവിതത്തെ ഖുർആൻ ഒരു ജീവിതമായി പരിഗണിച്ചിട്ടേയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവെന്ന് പറയുന്നത് നിങ്ങളെ വഞ്ചിക്കുന്ന, നിങ്ങളെ ചതിക്കുന്ന ചില സുഖഭോഗ വസ്തുക്കൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശാലമായി വളരെ വിസ്തൃതമായി നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുകയാണ്, ഇവിടെ നിങ്ങൾ ഖുർആനിന്റെ ശൈലി സൂക്ഷിച്ചു നോക്കുക. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്. പിന്നെയാണ് അല്ലാഹു പറഞ്ഞത് മരണത്തെ മാത്രമല്ല വൽ ഹയാ, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചു നൽകിയത് എന്ന് പറഞ്ഞാൽ അല്ലാഹു ആദ്യം പറഞ്ഞത് ജീവിതത്തെ അല്ല, ഈ ഭൗതികമായ ജീവിതമാണ് ഖുർആൻ പറഞ്ഞതെങ്കിൽ അല്ലാഹു ആദ്യം പറയേണ്ടത് അവൻ ജീവിതത്തെ സൃഷ്ടിച്ചവനാണ്, അവന് മരണത്തെ സൃഷ്ടിച്ചവനാണ്. അല്ല അല്ല, ഈ ജീവിതം എന്ന് പറയുന്നത് നശ്വരമായ ജീവിതമാണ്. ഇതിനൊരു ജീവിതമായി അല്ലാഹുവിന്റെ ഖുർആൻ പരിഗണിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതികമായ ജീവിതത്തിനപ്പുറത്തെ ജീവിതം മരണശേഷം നിങ്ങൾ കാണുന്ന പരലോക ജീവിതമാണ്. അല്ലെങ്കിൽ തന്നെ സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ ജീവിതത്തെ നമ്മൾ ജീവിതമെന്ന് പറയാൻ കഴിയുക? ഈ ജീവിതത്തെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ജീവിതം നിങ്ങളെ ചതിക്കുന്നതിലെ വസ്തുക്കൾ മാത്രമാണ്. ശരിയാണ്, ശരിയാണ്, ജീവിതമാണ് എന്നെ ചതിച്ചത്. എന്നെ ചതിച്ചത് ജീവിതമാണ്, മരണം എന്നെ ചതിച്ചിട്ടേ ഇല്ല. വളരെ ഗഹനമായി കേൾക്കണേ, എന്നെ ചതിച്ചത് എന്റെ ജീവിതമാണ്, മരണം എന്നെ ചതിച്ചിട്ടേ ഇല്ല. എന്നെ ചതിച്ചത് എന്റെ ജീവിതത്തിലെ കൂട്ടുകാരനാണ്, മരണമെന്ന കൂട്ടുകാരൻ എന്നെ ചതിച്ചിട്ടില്ലല്ലോ. വരാമെന്ന് പറയുന്ന സമയത്ത് വരാതെ എന്നെ കബളിപ്പിച്ചത് എന്റെ ജീവിതത്തിലെ കൂട്ടുകാരനാണ്, പക്ഷേ മരണം എന്നെ ചതിച്ചില്ലല്ലോ. വരാമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ മരണം വന്നല്ലോ, കാത്തിരുന്നപ്പോ തന്നെ മരണം വന്നല്ലോ. ഒരു നിമിഷം പോലും മരണം പിന്തിയില്ലല്ലോ. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ.
ഒരു നിമിഷം പോലും പിന്തിയിട്ടുമില്ല, ഒരു നിമിഷം പോലും മുന്തിയിട്ടില്ല. മരണം നമ്മെ ചതിക്കില്ല സഹോദരങ്ങളെ, സഹോദരിമാരെ. നമ്മെ ചതിക്കുന്നത് ജീവിതമാണ് എന്നെ ചതിച്ചത്, ഭാര്യയാണ് എന്നെ ചതിച്ചത്, ഭർത്താവാണ് എന്നെ ചതിച്ചത്. ജീവിതത്തിൽ പ്രിയങ്കരിയായി ഞാൻ പാതിയായി, ജീവന്റെ പാതിയായി കൊണ്ടു നടന്ന ഭാര്യയാണ് എന്നെ ചതിച്ചത്. ഞാൻ വിശ്വസിച്ചു നടന്ന ഭർത്താവാണ് എന്നെ ചതിച്ചത്. എന്റെ മക്കളാണ് എന്നെ ചതിച്ചത്. എന്റെ മാതാപിതാക്കളാണ് എന്നെ കയ്യിലിട്ട് കളഞ്ഞത്. അല്ലാഹുവേ, അല്ലാഹുവേ, കൂട്ടുകാരാണ് എന്നെ ചതിച്ചത്, വീട്ടുകാരാണ് എന്നെ ചതിച്ചത്, കൂടെ പുറപ്പുകളാണ് എന്നെ ചതിച്ചത്. മരണം എന്നെ ചതിച്ചിട്ടേ ഇല്ല, എന്റെ മക്കളാണ് എന്നെ ചതിച്ചത്. ഞാൻ താരാട്ടുപാടി വളർത്തിയ മക്കളല്ലയോ എന്നെ ചതിച്ചു കളഞ്ഞത്. ഈ ദുനിയവിയായ ജീവിതം ചതിയുടേതാണ്, ചതിയുടേതാണ്. പിന്നിൽ നിൽക്കുന്ന അമ്മയെ അടുക്കളപ്പുറത്ത് നിന്ന് പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി മലന്നു വീഴുന്ന അമ്മയുടെ മാറിടത്തിൽ കാലുകുത്തി വെച്ച് കാല് കുത്തിപ്പിടിച്ച് അമ്മയുടെ കരുത്തിൽ ഷാള് മുറുക്കി കൊടുക്കൊലപ്പെടുത്തുമ്പോ മരിച്ചു വീഴുന്ന അമ്മയെ വലിച്ചു കൊണ്ടുപോയി സ്വയം കുടിച്ചു കുടിയിൽ മണ്ണെണ്ണ വിടിച്ച് കത്തിച്ചാമ്പലാക്കുമ്പോ ആരാണ് സഹോദരങ്ങളെ ഈ ചെയ്തത്? ക്രിമിനലല്ല. ആ മാതാവിന്റെ മാറിടത്തിൽ കാലുകുത്തി നിൽക്കുമ്പോ ആ മാറിടത്തിൽ നിന്നല്ലേ അവൻ അമ്മിഞ്ഞപ്പാല് കുടിച്ചത്. അവൻ ആദ്യം കുടിച്ച അമ്മിഞ്ഞപ്പാല് ഉമ്മാന്റെ മുലപ്പാലിലായിരുന്നല്ലോ. അവിടെ നിന്നല്ലേ അവൻ വിശന്നപ്പ വാരി കുടിച്ചത്. അവിടെ നിന്നല്ലേ അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടന്നപ്പ് കരഞ്ഞപ്പോ ഉമ്മ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ അവന് പാല് ചുരത്തി കൊടുത്തത്. ആ മാസിയത്തിന് വിശന്നപ്പോഴൊക്കെ അവൻ കുടിച്ചത് ആ കുജകുംഭങ്ങളിൽ നിന്നാണ്. അവിടെ കാല് മുട്ടിപ്പിടിച്ച് അവൻ അമ്മയുടെ കഴുത്തിൽ ഷാള് മുറുക്കി കൊല്ലാൻ പോകുമ്പോ അമ്മ അവസാനം വിളിച്ചതും മോനെ എന്നായിരുന്നുവല്ലോ. അമ്മയുടെ കഴുത്തിലാണ് ഷാള് മുറുക്കിയത്. ആ അമ്മയുടെ കഴുത്തേരെന്നറിയോ? ആദ്യമായി ഊഞ്ഞാല് കെട്ടി നമ്മൾ ആടിയത് ഉമ്മാന്റെ കഴുത്തിലാണ്. എന്റെ ആദ്യത്തെ ഊഞ്ഞാല് മാവിൻ കൊമ്പിലല്ല, എന്റെ ആദ്യത്തെ ഊഞ്ഞാല് പ്ലാവിന്റെ കൊമ്പിലല്ല, എന്റെ ആദ്യത്തെ ഊഞ്ഞാല് പാർക്കിലല്ല. ഞാൻ ആദ്യമായി ഊഞ്ഞാല് കെട്ടിയാടാടിയത് എന്റെ ഉമ്മാന്റെ കഴുത്തിലാണ്. കുഞ്ഞിളം കൈകൾ കൊണ്ട് ഉമ്മാന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ഊഞ്ഞാലാടിയ കഴുത്തിൽ തന്നെ ഷാളിട്ട് മുറുക്കുമ്പോ സഹോദരങ്ങളെ, സഹോദരങ്ങളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളാണ് എന്നെ ചതിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കുന്ന ചില വസ്തുക്കൾ മാത്രമാണ്. മരണം നിങ്ങളെ ചതിക്കില്ല സഹോദരങ്ങളെ. മരണമാണ് കൃത്യസമയത്ത് ചതിക്കാതെ കാത്തിരിക്കുമ്പം വരുന്നത് മരണമാണ്. ആ മരണത്തിന് പിന്തലില്ലല്ലോ. കലാമണ്ഡലം ഗീതാനന്ദന പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ കലയരങ്ങിൽ നിന്ന് ഒടിഞ്ഞു മാറിപ്പോയി. കഥകളിയുടെ ലാസ്യഭാവങ്ങളെ തന്റെ മുഖത്തിന്റെ നവരസങ്ങൾ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത കേരളം കണ്ട മഹാനായ കഥകളിക്കാരനാണ് കലാമണ്ഡലം ഗീതാനന്ദൻ. ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേജിൽ അദ്ദേഹം കഥകളി ആടിക്കൊണ്ടിരിക്കുമ്പോ ആടി അദ്ദേഹത്തിന്റെ കലാരൂപത്തിൽ പ്രേക്ഷകര് മുഴുവനും മനസ്സൊടുക്കി നിന്നപ്പോ കലാമണ്ഡലം ഗീതാനന്ദ കലാലോകത്തിന്റെ മാസ്മരീക പ്രതിഭ തന്റെ ആട്ടത്തിന്റെ ഇടയിൽ രണ്ട് കൈ കൂപ്പി അദ്ദേഹം നിലത്തേക്ക് തൊട്ടു. ആളുകൾ വിചാരിച്ചു അദ്ദേഹം വേദിയെ അനുഗ്രഹിക്കുന്നതാണെന്ന്, അദ്ദേഹം വേദിയോട് അനുഗ്രഹം തേടുന്നതാണെന്ന്. ഈ ഒരകലത്തിൽ കാത്തു നിന്നവർക്ക് പോലും മനസ്സിലായില്ല. ആ മനുഷ്യൻ ആടിക്കൊണ്ടിരിക്കുമ്പോ മരണത്തിന്റെ ദൂതൻ വന്നെന്ന് അടുത്തിരിക്കുന്നവർക്ക് പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹൽഖൂർ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. സൂറത്തുൽ വാഖിഅല്ലേ, എപ്പോഴും ഓതുന്നതല്ലേ. മരണദൂതൻ
ദൂതൻ അതിന് അടുത്ത് വന്ന് നിന്നിട്ടും നിങ്ങൾക്കൊരാൾക്ക് പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ. കലാമണ്ഡലം ഗീതാനന്ദൻ കൈകൂപ്പി താഴേക്ക് വീണു. ഇതുപോലെ കണ്ടു നിന്നവര് വിചാരിച്ചു അദ്ദേഹം സ്റ്റേജിന് വന്നിക്കുകയാണെന്ന്. കുഴഞ്ഞു വീണപ്പെടാണ് അറിഞ്ഞത് മരണമാ മനുഷ്യനെ കുത്തിപ്പറിച്ചു പോയെന്ന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഓർക്കുക, നിഴല് പോലെ കൂടെ നടക്കുന്ന ചൈക്കാത്ത മരണത്തെ ഓർമ്മിപ്പിക്കുക. 25 മിനിറ്റ് പ്രസംഗിക്കാനുള്ള ഡീറ്റെയിലും എഴുതിയ പേപ്പറുമായിട്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഉരുക്കു ശക്തിയായി മാറിയ ഡോക്ടർ APJ അബുൽ കലാം പ്രസംഗിക്കാൻ കയറിയത്. ആർക്കറിയാം, അഹമ്മദ് കബീർ ബാക്കവി പ്രസംഗിച്ച് അവസാനിപ്പിക്കുമോ അതല്ല വാക്കുകൾ ഇവന്റെ തൊണ്ടയിൽ കുടുങ്ങുമോ? ആരും അറിയാതെ ഇവിടെ കുഴഞ്ഞു വീടുമോ? ജീവിതം എന്ന് പറയുന്ന കോമാളിയുടെ നടുവിലൂടെ നടന്നു പോകുമ്പോ ഈ APJ അബുൽ കലാം 25 മിനിറ്റ് പ്രസംഗിക്കാനുള്ള കുറിപ്പുകളും എഴുതിയിട്ടാണ് കയറി നിന്നത്. പാതിവടിയിൽ കുഴഞ്ഞ് താഴേക്ക് വീടുമ്പോ താൻ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയത് പോലും പറഞ്ഞു തീർക്കാൻ കഴിയും. മരണം തന്നെ കൊത്തിപ്പറിക്കുമെന്ന് APJ അബുൽ കലാമിന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോ റാവൽപിണ്ടിയുടെ പൊതുതെരഞ്ഞെടുപ്പ് യോഗത്തിനാണ് ബോംബ് സ്ഫോടനത്തിൽ തകർന്നു പോകുന്നത്. ബേനസീർ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 5 മിനിറ്റ് BBC റെക്കോർഡ് ചെയ്ത് കാണിച്ചത് എങ്ങനെയെന്നറിയോ? വാഹനം വന്ന് നിൽക്കുന്നു, റാവൽപിണ്ടിയിൽ കൂടി നിൽക്കുന്ന അനുയായികൾ നേതാവിനെ ജയിലിലേക്കുന്നു. ആ കാറിലിരുന്ന് പൊതുതെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മിസ്സിസ് ബേനസീർ ഭൂട്ടോ, സുന്ദരിയായ ബേനസീർ ഭൂട്ടോ തന്റെ ബാഗ് തുറന്നിട്ട് ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിലേക്ക് വെക്കുന്നു. മുഖത്ത് സൗന്ദര്യവസ്തക വസ്തുക്കൾ തേച്ചിട്ട് കണ്ണാടിയിൽ തന്റെ മുഖം നോക്കുന്നു. അപ്പോഴും ബേനസീറിന് അറിയില്ലല്ലോ ഈ കാണുന്ന ചുണ്ടുകളും മാംസ കഷണങ്ങളായി ചിതറിത്തെറിക്കുമെന്ന്. 2 മിനിറ്റ് കഴിഞ്ഞാൽ തന്റെ ശരീരം ഈ തലച്ചോറ് റോഡിൽ ചിതറുമെന്ന്. ഈ കണ്ണാടിയിൽ കണ്ട മുഖം ഇനി ഒരിക്കൽ കൂടി ഇതേപോലെ കാണാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹു ലോകത്തോട് പറഞ്ഞ ഏറ്റവും പരമപ്രധാനമായൊരു കാര്യം, ഈ ജീവിതമൊന്നും ഒരു ജീവിതമല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചതെന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതം ഒരു ജീവിതമായിട്ട് പരിഗണിച്ചിട്ടില്ല.